റീത്ത് വെച്ചു എന്ന് പറയുന്നത് അത് ഒട്ടും തന്നെ അനുകരണീയമായ ഒരു മാതൃകയോ എടുത്തു പറയേണ്ടതായ ഒരു സമര രീതിയോ ഒന്നുമല്ല. പക്ഷെ അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സാധാരണമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിപ്പോൾ നോക്കൂ, എല്ലാ സമരങ്ങളും ഇങ്ങനെ തന്നെയാണെന്നേ. അനുപാതമായി തന്നെ അനുപാത രഹിതമായ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്, അനുപാതം അനുസരിച്ചുള്ള സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ SFI സമരം നടത്താറില്ലേ? എന്താ രഘുപതി രാഘവ രാജാറാം എന്ന് പാടിക്കൊണ്ടാണോ SFI സമരം നടത്തുക? അല്ല, തല്ലിപ്പൊളിച്ചും ബസ്സിന് കല്ലെറിഞ്ഞും യാത്ര മുടക്കിയും ഒക്കെ തന്നെയാണ് എല്ലാവരും സമരം ചെയ്യാറുള്ളത്. അതൊക്കെ നമ്മൾ കാണാറുമുണ്ട്. അതിനെതിരെ നിയമത്തിന്റെ വഴികളുമുണ്ട്. PDPP ആക്ട് അടക്കം എടുത്ത് പ്രയോഗിക്കാറുണ്ട്. തല പൊട്ടിക്കാറുണ്ട് പോലീസുകാർ. എന്താ ഈ പറയുന്ന നേമം ഷജീർ അത്ര വലിയ പോലീസിന്റെ നരവേട്ടയ്ക്ക് ഇരയായ മനുഷ്യനാണെന്നറിയാമോ? അപ്പൊ അങ്ങനെയുള്ള സമരങ്ങളൊക്കെ കേരളം അനുഭവിച്ചിട്ടുണ്ട്. P. രാജീവ് നിയമമന്ത്രി എത്ര വലിയ പോലീസിന്റെ അതിക്രമത്തിന് ഇരയായിട്ടുള്ള മനുഷ്യനാണ്. ഉടുമുണ്ട് വാരി പിടിച്ചുകൊണ്ട് ചോര ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന P. രാജീവിന്റെ ചിത്രം കേരളത്തിലുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള സമരങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന ആളുകളാണ് ഇപ്പോൾ സമരം ഇത്രയേ പാടുള്ളായിരുന്നു എന്നൊക്കെ പറയുന്നത്. സമരാഭാസം എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള സമരം, നിയമസഭയിൽ നടത്തിയിട്ടുള്ള സമരം എന്താ ആരും കാണാതിരുന്നതും ഈ പറയുന്ന മറവിരോഗം ബാധിച്ചതുമൊക്കെയാണോ? ഒന്നുമല്ല. അപ്പൊ അത്തരത്തിലുള്ള സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് DYFI പറയുന്നത്. DYFIക്ക് അത് പറയാനുള്ള ആർജവം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? മന്ത്രി വീണ ജോർജ് പറയുകയാണ്, പോലീസ് ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കുമല്ലോ, പാർട്ടി പ്രവർത്തകർ കാണും എന്നുള്ളത്. പാർട്ടി പ്രവർത്തകർ അത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ കേരളത്തിലെ മന്ത്രിക്ക്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പോലീസിനെ വിശ്വാസമില്ല. രണ്ടാമത്തേത്, പോലീസിനേക്കാൾ നന്നായി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്നൊരു ആർജവം ഉണ്ടായിരിക്കും. അതായത് ഇത് നടക്കേണ്ടത് തെരുവിലാണ്, ഇത് നടക്കേണ്ടത് കണ്ണിന് കൈ എന്ന രീതിക്കാണ്, പല്ലിന് പല്ല് എന്ന രീതിക്കാണ് നടക്കേണ്ടത് എന്നൊരു ആഹ്വാനം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കേണ്ടത്. DYFIക്കാർ സംരക്ഷിച്ചോളും എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താ കയ്യും കെട്ടി നോക്കി നിൽക്കുക? കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഒരേ സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാർക്കും അതേ സമയത്ത് DYFIക്കാർക്കും ബാധകമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയല്ല അത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.